അല്ലായിരുന്നെങ്കിലേ ഇന്നും അവന്റെ ഹർജി തള്ളുമായിരുന്നു. അതുമാത്രമൊന്നുമല്ല, അപകടം നടക്കുന്ന സമയത്ത് സിദ്ധു കോടതി ക്യാൻറ്റീനിലായിരുന്നു. അതും കോടതി പരിഗണിച്ചു. എന്തിന്റെ പേരിലാണെങ്കിലും ജാമ്യം കിട്ടിയില്ലേ, അതിലാ എനിക്ക് സങ്കടം. സങ്കടോ? നീ സന്തോഷിക്കല്ലേ വേണ്ട. ഒന്നാമത് സ്വന്തം ഭർത്താവ്, രണ്ടാമത് സിദ്ധു ഇറങ്ങിയാലല്ലേ നിന്റെ വിഷ്ണുവിന് ജാമ്യം കിട്ടും. എങ്ങനെ നോക്കിയാലും നിനക്ക് ലാഭം തന്നെ. അതൊക്കെ ശരിയാ, എന്നാലും ഇറങ്ങണ്ടായിരുന്നു. ജാമ്യം കിട്ടിയെന്ന് വെച്ച് ഇറങ്ങുമെന്ന് തോന്നുന്നു? ഇല്ല, അവൻ ഇറങ്ങില്ല. വെറുതെ തമാശ പറയല്ലേ. തമാശയൊന്നുമല്ല. സിദ്ധു ഇന്ന് തന്നെ ജയിലിൽ നിന്ന് ഇറങ്ങുമെന്ന് ചന്ദ്ര വിചാരിക്കുന്നുണ്ടോ? ഇറങ്ങും. വൈകുന്നേരത്തിന് മുൻപ് ജാമ്യം ഓർഡർ അവർ ജയിലിലെത്തിക്കും. പിന്നെന്താ തടസ്സം? തടസ്സമുണ്ട്. ആ തടസ്സം അത്ര പെട്ടെന്ന് മറികടക്കാൻ സിദ്ധുവിന് പറ്റില്ല. മനസ്സിലായില്ല. നിന്റെ വിഷ്ണു, അവനാണ് തടസ്സം. അവന് സിദ്ധുവും തമ്മില് ജയിലിൽ വെച്ച് സംഘടന നടക്കും. ആ കേസില് സിദ്ധു വീണ്ടും അകത്താവും. വീണ്ടും സിദ്ധുവിനെ റിമാൻഡ് ചെയ്യും. അപ്പൊ വിഷ്ണുവിനെ റിമാൻഡ് ചെയ്യില്ലേ? അവൻ എന്തായാലും ജയിലിൽ തന്നെയാണല്ലോ. റിമാൻഡ് ചെയ്താലെന്ത്, ചെയ്തില്ലെന്ത്? അത് വേണോ? സിദ്ധുവിന് വയ്യാത്തതാ. കയ്യാങ്കളിക്കിടയില് വലതും പറ്റിയ പെടുന്നത് വിഷ്ണു ആയിരിക്കും. ഒരു പേടിയും വേണ്ട, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. എന്നിപ്പോ പറയും. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കൈ മലർത്തി കാണിക്കുകയും ചെയ്യും. ചന്ദ്രയുടെ കൂടെ നല്ലല്ല ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. പുറത്തിറങ്ങുന്ന സിദ്ധു എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ആ കേസിന് രക്ഷപ്പെടാനുള്ള വഴി സിദ്ധു നോക്കും. ശരിക്കുള്ള അന്വേഷണം ഉണ്ടായാൽ നമ്മൾ രണ്ടുപേരും പെടും. ഞാൻ നിനക്ക് വണ്ടിയുടെ താക്കോല് തന്നൊന്നൊരു കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ക്രൈം ചെയ്തത് നീയാ. അതെ, വെറുതെ കിടന്ന് തർക്കിക്കണ്ട. ഞാൻ പെട്ട നീയും പെടും. അതുകൊണ്ട് ജയിലിൽ വെച്ച് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ നല്ല രീതിയിൽ നടക്കാൻ പ്രാർത്ഥിക്കും. സിദ്ധുവിനെ കൊണ്ടേ ഇപ്പൊ ഉടനെ ഒരു ആവശ്യം ഇവിടെ ആർക്കുമില്ല. അവൻ കിടക്കട്ടെ കുറച്ചാളും കൂടി. വിഷ്ണു നല്ല ഊശിലുള്ള ചെറുപ്പക്കാരൻ. സിദ്ധുവിനെ അവൻ ശരിക്ക് കൈകാര്യം ചെയ്തു. മുത്തശ്ശി, സിദ്ധു പുറത്തിറങ്ങി. പ്രഭാവതിയെ കൊല്ലാൻ നോക്കിയവൻ പുറത്തിറങ്ങിയതിന് ഞാൻ എന്തിനു സന്തോഷിക്കുന്നേ? എന്റെ അമ്മയെ സിദ്ധു പുറത്തിറങ്ങുന്നോണ്ട് നമുക്ക് പല ഗുണങ്ങളും ഉണ്ട്. ഒന്നാമത്തെ ഗുണം ആ കാർ ഓടിച്ചവനെ കണ്ടുപിടിക്കുക എന്നുള്ളതാ. രണ്ടാമത്തെ ഗുണം എന്റെ പാർവതിയെ കണ്ടുപിടിക്കുക എന്നുള്ളത്. പിന്നെ കണ്ടുപിടിക്കും. ഇത്രയും കാലമായിട്ടും കണ്ടുപിടിക്കാത്തവരാ ഇനി കണ്ടുപിടിക്കാൻ പോന്നെ. എന്റെ മനോഹര, നീ ഇങ്ങനെ ഒരു വിവരം കെട്ടവനായി പോയല്ലോടാ. കോടതിയല്ല ആരല്ല എന്ന് പറഞ്ഞാല് ഞാൻ വിശ്വസിക്കുന്നത് പ്രഭാവതിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ആ സിദ്ധു ആണെന്ന് തന്നെയാ. എന്റെ ആ വിശ്വാസം മാറ്റാൻ നിങ്ങൾക്കാർക്കും പറ്റത്തുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ തെളിയിക്കണം ഇത് ചെയ്തത് ആരാണെന്ന്. എല്ലാ കുറ്റവും ശരത്തുമോന്റെ തലയിലേക്കാണല്ലോ എല്ലാവരും കൊണ്ടുപോയി വെക്കാറ്. ഈ കുറ്റം എന്തായാലും അവന്റെ തലയെ കൊണ്ടുപോയി ഇടാൻ പറ്റില്ല. സ്വന്തം അമ്മയെ കൊല്ലാൻ എന്തായാലും അവൻ ശ്രമിക്കില്ലല്ലോ. എന്ന് മുത്തശ്ശിക്ക് എങ്ങനെ അറിയാം? ശരത്തിന് നല്ല വിശ്വാസമായിരുന്നല്ലോ പ്രഭാവതി അമ്മയ്ക്ക്. അവസാനമായപ്പോഴേക്കും അത് പോയില്ലേ? അമ്മയും മകനും തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ശരത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്ന എന്തൊക്കെയോ ചില വിവരങ്ങൾ പ്രഭാവതി അമ്മ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചെന്ന് പറയാൻ വേണ്ടിയാ അന്ന് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ഇറങ്ങിയത്. ക്രൈംബ്രാഞ്ച് ഓഫീസർക്ക് മുമ്പാകെ പ്രഭാവതി അമ്മ അന്ന് മൊഴി കൊടുത്തിരുന്നെങ്കിൽ
തീർച്ചയായിട്ടും ശരത്തിനത് പ്രതികൂലമായിട്ട് ബാധിക്കുമായിരുന്നു. ഉം. സ്വാഭാവികമായിട്ടും ആ പ്രശ്നം ഒഴിവാക്കാൻ അവൻ നോക്കി. ക്രിമിനലായ അവൻ ഇങ്ങനെ ഒരു അപകടം ആസൂത്രണം ചെയ്യും. എന്തേ അങ്ങനെ സംഭവിച്ചൂടെ? നീ വല്ല കഥ എഴുതാനും പോകുന്നതാ നല്ലത്. നല്ല ഭാവനയുണ്ട് നിനക്ക്. എടി ശരത്ത് മോനെ കൊടുക്കാൻ വേണ്ടി നീ പല വഴിക്ക് ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതൊന്നും ലക്ഷ്യം കാണത്തില്ല. അപ്പോഴാ ഇങ്ങനെ ഒരു കുത്തിത്തിരിപ്പായിട്ട് ഇറങ്ങിയിരിക്കുന്നേ. അത് നടക്കാൻ പോകുന്നില്ലടി മോളെ. നിന്റെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല. പ്രഭാവതിയെ വീഴ്ത്തിയത് ശരത്തല്ല, അതെ സിദ്ധുവാ. അതിലൊരു സംശയം എനിക്കില്ല. മോള് പറഞ്ഞതായിരിക്കും മോളെ സത്യം. ആയിരിക്കാം അച്ഛാ. ഇനി നമ്മുടെ ലക്ഷ്യം അത് തെളിയിക്കാന്നുള്ളതാ. തെളിയിക്കും. നമ്മളത് തെളിയിച്ചിരിക്കും. എന്താടോ വൈകുന്നത്? എന്തെങ്കിലും കുഴപ്പമുണ്ടാവൂ? എന്തു കുഴപ്പം? ജാമ്യം കിട്ടിയെന്നുള്ളത് സത്യമല്ലേ, പിന്നെന്താ പ്രശ്നം? ഒരു ടെൻഷൻ പോലെ. ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഡോക്ടർ. കോടതിയിൽ നിന്നുള്ള പേപ്പറും കൊണ്ട് വക്കീലകത്തേക്ക് പോയിട്ടുണ്ടല്ലോ. അതവിടെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ സിദ്ധുവിനെ റിലീസ് ചെയ്യും. പാവം സിദ്ധു ചെയ്യാത്ത കുറ്റത്തിനാ ഈ കഷ്ടപ്പാട് മുഴുവൻ അനുഭവിക്കുന്നത്. ഉണ്ടായിരുന്ന ദോഷങ്ങൾ ഇതോടെ മാറിയെന്ന് വിചാരിച്ചാൽ മതി. കേസ് എന്നാലും കോടതി നടക്കില്ലേ? നടക്കട്ടെ. തെളിവുകളൊക്കെ ഇപ്പോ നമുക്ക് അനുകൂലമല്ലേ? അപകടം നടക്കുന്ന സമയത്ത് സിദ്ധു കോടതി ക്യാൻറ്റീനിൽ ഉണ്ടായിരുന്നു എന്ന് തെളിഞ്ഞല്ലോ. പിന്നെയുള്ള ചോദ്യം, ആരാ കാർ ഓടിച്ചേന്നാ. അത് കണ്ടുപിടിക്കേണ്ടത് പോലീസിന്റെ ജോലിയാണ്. അവരത് ചെയ്യൂ. ചെയ്യാനായിരുന്നെങ്കിൽ അവർക്കത് നേരത്തെ ആകാമായിരുന്നല്ലോ.